ഗൈസ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു നാരങ്ങ ഉപ്പിലിട്ടത് തയ്യാറാക്കിയാലോ. അതിനായിട്ട് ചെറുനാരങ്ങ ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 കിലോ ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഉപ്പിലിട്ടതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനിതിൽ ഒരു തുള്ളി സിർക്ക പോലും ചേർക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് അത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ചെറുനാരങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കൈ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം പച്ചമുളക് ആയതുകൊണ്ട് തന്നെ കൈ നല്ലോണം ഒന്ന് പുകച്ചിലെടുക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ കൊണ്ടോ കയ്യിൽ കൊണ്ടോ ആയിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് മിക്സ് ആയിക്കോട്ടെ. ഇനി ഒരു വലിയ പാത്രം എടുത്തിട്ട് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ച ഈ ചെറുനാരങ്ങയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ നമ്മുടെ നാരങ്ങ പെട്ടെന്ന് ആയിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് വെയിലത്താണ് കേട്ടോ വെക്കുന്നത്. ഒരു ദിവസത്തെ വെയിലാണ് ഇതിൽ കൊള്ളുന്നത്. ഞാനൊരു 11 മണിയാകുമ്പോൾ വെച്ചിട്ട് ഒരു 3 മണിക്കാണ് എടുത്തിട്ടുള്ളത്. കണ്ട 3 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ നാരങ്ങ ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലാക്കി വെക്കാം. ഒരു 3-4 ദിവസം അടച്ച് വെക്കാം. ഇടയ്ക്കൊന്ന് കുലുക്കി കൊടുത്താൽ നല്ലതാണ്. ഈ ഒരു നാരങ്ങ ഉപ്പിലിട്ടത് നമ്മളെ ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ ഇത്. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.